इस नई कमेटी में तो एक एक्स आईबी चीफ, फिर चिल्लाएंगे, एक एक्स आईबी चीफ, एक आईटी कंपनी के मालिक और एक गौमूत्र के विशेषज्ञ भी हैं। इन्हें शिक्षा के बारे में क्या पता जी? सच है। आप आज मेरे से नाराज हो रहे हैं। നമസ്കാരമുണ്ട്. ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗോമൂത്രം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിവാദമായിരിക്കുകയാണ്. വിഷയം എന്താണെന്നറിയില്ലേ? നമ്മുടെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പറൊക്കെ ചോർന്ന് വീണ്ടും ആ പരീക്ഷ നടത്തുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. 2024 ഇതുപോലൊരു സംഭവം ഉണ്ടായി. അന്നും അത് അന്വേഷിക്കാനും പുതിയ മാർഗങ്ങളൊക്കെ തേടാനും അതിൻ്റെ പഴുതുകളൊക്കെ അടയ്ക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ ISRO ചെയർമാനായിരുന്ന രാധാകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി വലിയ തോതിൽ കുറേ റെക്കമെൻഡേഷൻസ് 100-200 റെക്കമെൻഡേഷൻസ് കൊടുത്തു. അത് പാതി വഴിയിൽ എവിടെ നിലച്ചുപോയി. ഈ 2026 വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും ലീക്കായി. ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ പുതിയൊരു കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ് നമ്മുടെ മദ്രാസ് IITയിലെ ഡയറക്ടറായ വി കാമകോടി സാറ്. അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ ലോകസഭയിലെ ഒരു പ്രസംഗമാണ് നമ്മൾ കണ്ടത്. എന്തിനാണ് പ്രിയങ്ക ഗാന്ധി പരിഹസിച്ചതെന്ന് അറിയണ്ടേ? നമുക്കൊന്ന് കണ്ടു നോക്കാം. அவர் உடனே அவர் நல்ல ஜோரம் அடிச்சுதான் உடனே ஒரு டாக்டரை கூப்பிடலாமான்னாராம். அப்பா அந்த சன்னியாசி பேர் மறந்து போயிடுத்து. அப்பா உடனே சொன்ன உடனே கோமூத்திரம் பிபாமி அப்படின்னாராம். உடனே போய் அங்க மாட்டுல சிவாஸ்தானத்துல கோமூத்திரத்தை எடுத்துட்டு வந்தாராம். கடகடன்னு குடிச்சாராம். 15 நிமிஷத்துல தொடர்ந்து போயிடுத்தான். പ്രത്യേകമാണ് നമ്മുടെ കാമകോടി സാറ്. മദ്രാസ് IITയുടെ ഡയറക്ടർ. കമ്പ്യൂട്ടർ സയൻസിലൊക്കെ വലിയ ഡിഗ്രി ഉള്ള ആളാണ്. PhD കിട്ടിയ ആളാണ്. നമ്മുടെ കുട്ടികളെ ശാസ്ത്രം പഠിപ്പിക്കുന്ന ആളാണ്. വലിയ ടെക്നോളജിയും റിസർച്ചൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹമാണ് പറയുന്നത് ഗോമൂത്രം ഗളഗളകളാന്ന് കുടിച്ചു കഴിഞ്ഞാൽ പനി 15 മിനിറ്റ് കൊണ്ട് മാറുമെന്ന്. അതാണ് നമ്മുടെ ഈ പ്രിയങ്ക ഗാന്ധി പരിഹസിക്കുന്നത്. ഇദ്ദേഹത്തെയാണ് ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ഈ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇനി ഇദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതും കൂടെ നമ്മളൊന്ന് കേൾക്കണമല്ലോ. അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. നല്ല ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ഡൈജസ്റ്റീവ്, இந்த ஸ்டொமக் இரிட்டபிள் பவுல் சிண்ட்ரம், இது மாதிரி பல இதுக்கு நமக்கு கோமயம்ங்கிறது நமக்கு பெரிய மெடிசன். இந்த மெഡിസിനൽ വാല്യൂ നമ്മൾ എടുത്തുക്കണം. ഈ വക ഗുണങ്ങളൊക്കെ ഈ ഗോമൂത്രത്തിന് ഉണ്ടാകുന്നത് കൊണ്ടാണ് അത്രേ ഈ പനി ഭേദമാകുന്നത്. അത് ആന്റി ബാക്ടീരിയലാണ്, ആന്റി ഫംഗസ് ആണ്. മാത്രമല്ല നമ്മുടെ വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഭേദമാക്കാവുന്ന പലതരത്തിലുള്ള ഗുണങ്ങളും ഈ ഗോമൂത്രത്തിനുണ്ട്. അതുകൊണ്ട് ഇതിന് മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നാണ് ഈ IITയുടെ ഡയറക്ടറായ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇത് ഏതെങ്കിലും ഒരു ഡോക്ടർ പറയുന്ന ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. IIT director is an expert in artificial intelligence, but I'm not sure whether he can infuse the same AI into cow urine. There are some strong religious beliefs about medicinal practices which I absolutely respect as long as it is not harmful to the patient. The biggest problem is the potential medicinal benefits of cow urine has been replicated only in the animal models and not in humans. These bacteria can cause stomach infections, and when a person gets stomach infection, there is a 33% chance of increased risk of irritable bowel syndrome. But here he is claiming that this is the treatment for irritable bowel syndrome. That is the problem. My friend Arun Kumar thinks it is very easy to get a degree in IIT because even cow urine is getting a graduation without an entrance examination. ഡോക്ടർ പാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായ MD ഡിഗ്രിയുള്ള ഒരു അലോപ്പത്തിക് ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇതിൽ ആര് പറയുന്നതാണ് നമ്മൾ ഗൗരവമായി എടുക്കേണ്ടതെന്ന് നമ്മുടെ പ്രേക്ഷകർ തന്നെ തീരുമാനിച്ചാൽ മതി. ഇതിലൊരു അഭിപ്രായം പറയാൻ നമ്മൾ പ്രാപ്തരല്ല കേട്ടോ. എന്നാൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ പരിഹാസത്തെ എങ്ങനെയാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാർ പ്രതിരോധിച്ചത് എന്നുള്ള കാഴ്ച കൂടെ നമുക്കൊന്ന് കാണേണ്ടതല്ലേ. കണ്ടു നോക്കൂ. देश के एक बहुत बड़े वैज्ञानिक, एक बहुत बड़े प्रोफेसर IIT मद्रास के प्रोफेसर वी कामाकोटी जी के बारे में उन्होंने जो टिप्पणी की, फॉर्मर चेयरमैन है आर्टिफिशियल इंटेलिजेंस टास्क फोर्स के, RSS से होने का कोई गुनाह नहीं. अगर होंगे भी तो उनको गर्व होना चाहिए इस बात का कि RSS के हैं. आप भी ज्वाइन कर लीजिए, आप भी ज्वाइन कर लीजिए. थोड़े संस्कार आ जाएंगे, थोड़े संस्कार आ जाएंगे. देश के बारे में सोचना शुरू कर देंगे अगर आप RSS का हो जाएंगे तो.
आईआईटी मद्रास की फैकल्टी थे 2001 से 2022 तक। पीएचडी डिग्री उनकी कंप्यूटर साइंस और इंजीनियरिंग में है। आपका पूरे परिवार की डिग्रियां भी जोड़ लें तो इनके बराबर नहीं हो पाएंगी। और मैं एक बात और कह दूं, मुझे तो लगता था प्रियंका गांधी जी कुछ अच्छा कहेंगी। उन्होंने कहा ये गौमूत्र के विशेषज्ञ हैं। तो गांधी परिवार की सबसे बड़ी समस्या यह है कि वो भारत की परंपराओं को ना तो समझते हैं और ना ही समझने का प्रयास करते हैं, बल्कि उनका उपहास उड़ाते हैं। जिन पर दुनिया शोध कर रही है, कांग्रेस उन पर तंज कस रही है। देश के प्रतिष्ठित प्रेस्टिजियस जो साइंटिस्ट जो भारतीय ज्ञान परंपरा का अध्ययन करना चाह रहे हैं, कांग्रेस उनका मजाक उड़ाती है। ये हमारी संस्कृति, हमारे समाज और हमारे साइंटिस्ट के साथ सदा कांग्रेस यही करती रही। लेकिन वैज्ञानिक होने का मतलब यह नहीं कि आप अपनी सभ्यता और समाज से कट जाएं, आप अपनी परंपराओं को ना जाने। डॉक्टर कामकोटी जी आधुनिक विज्ञान के शिखर पर है। एक तरफ आर्टिफिशियल इंटेलिजेंस के एक्सपर्ट हो सकते हैं तो दूसरी ओर गौमूत्र पर भी अध्ययन कर सकते हैं। इस पर रोक नहीं है। ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഇദ്ദേഹം പറഞ്ഞത് കേട്ട ആവേശം മൂത്ത് ഗോമൂത്രം എടുത്ത് കുടിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയാൽ നമ്മുടെ മേലെ മേക്കിട്ട് കയറാൻ വരരുത് കേട്ടോ. ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതാണ്: ഗാന്ധി കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എല്ലാവരുടെയും കൂടെ ചേർത്ത് വെച്ചാലും നമ്മുടെ ഈ കാമകോടി സാറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടുത്തു പോലും എത്തില്ല എന്ന് പറയണത്. നിങ്ങൾക്കാകെ പരിഹസിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ അറിയില്ല. അതിന് RSSൽ ചേർന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ സംസ്കാരം എന്താണ്, പാരമ്പര്യം എന്താണെന്നൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ RSSലേക്ക് വരൂ. ഇവിടെ ഇരുന്നാൽ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഒരേ സമയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇവിടുത്തെ ഭാരതീയ സംസ്കാരവും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് എന്ന് പറയുന്നത് ഈ RSS പഠിപ്പിച്ചു വിടുന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൻ്റെ ഏകദേശം പൊരുളെന്നാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ഹിന്ദി ഏകദേശം വെച്ച് മനസ്സിലായത് കേട്ടോ. അതിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിൽ കുറിക്കാൻ പറ്റോ. ഒരു കാര്യം സത്യമാണ്, മനുഷ്യൻ കാലാകാലങ്ങളായി ഗോമൂത്രവും ചാണകവുമെല്ലാം തങ്ങളുടെ കൃഷിയുടെ വളമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അതിലടങ്ങിയിട്ടുള്ള യൂറിയ, ഫോസ്ഫറസ് തുടങ്ങിയ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കുറേ ഘടകങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതല്ലാതെ അതെല്ലാം നേരിട്ട് അതേപടി മനുഷ്യനുള്ളിലേക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ടോ എന്നറിയില്ല. അതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായി നമുക്കറിയില്ല. എന്നാൽ ഈ പശുവിൻ്റെ 5 പ്രൊഡക്റ്റുകൾ, പശുവിൻ പാല്, ചാണകം, ഗോമൂത്രം, നെയ്യ്, തൈര് തുടങ്ങിയവ എല്ലാം കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് ശുദ്ധീകരിച്ച് പലതും ബാഷ്പീകരിച്ച് വളരെ ചൂടാക്കി അതിൻ്റെ പ്രത്യേക അളവിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആയുർവേദ ശാസ്ത്രവിധി പ്രകാരം ചില മരുന്നുകൾ, നെയ്യുകൾ ഉണ്ടാക്കാറുണ്ട്. അത് ഉള്ളിലേക്ക് കഴിക്കും. എന്നാൽ ഈ പഞ്ചഗവ്യം എന്ന് പറയുന്ന കൃഷിക്ക് ആവശ്യമായ ഒരു പഞ്ചഗവ്യമുണ്ട്. അത് കൃഷിക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കഴിക്കുന്നത് വലിയ തോതിലുള്ള ശുദ്ധീകരണ പ്രക്രിയ നടത്തി മാത്രമേ ഉള്ളിലേക്ക് കഴിക്കാവൂ എന്ന് ആയുർവേദ ആചാര്യന്മാർ തന്നെ പറയുന്നുണ്ട്. അതേപടി ഗോമൂത്രം കഴിക്കാൻ പറയുകയോ ചാണകം എടുത്ത് കഴിക്കാൻ പറയുകയോ ഒന്നും ചെയ്യാറില്ല എന്നാണ് അത്ര അറിവ്. അതങ്ങനെ ചെയ്താൽ പനി ഭേദാവോ എന്നുള്ളത് നമ്മുടെ ഈ ഡയറക്ടർക്ക് മാത്രമേ അറിയുള്ളൂ. എന്തെങ്കിലും ഗവേഷണം ചെയ്താണോ അദ്ദേഹം അത് കണ്ടെത്തിയിരിക്കുന്നതെന്ന് അറിയില്ല. അതിൻ്റെ ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഗവേഷണത്തിൽ തെളിയിക്കപ്പെടുന്ന നിമിഷം വരെ അതിന് ഉത്തമ വിശ്വാസത്തിലെടുക്കാനും കഴിയുകയില്ല എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ നമുക്കും പറയാനുള്ളത്. അപ്പം ഇതുവരെയുള്ള അറിവനുസരിച്ചിട്ട് ഗോമൂത്രത്തിലായാലും ചാണകത്തിലായാലും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായ അനേകം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. അത് അതേപടി മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കഴിക്കുന്നത് അപകടകരമാണ്, ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള പരിഹാസങ്ങളും എതിർവാദങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.